പ്രിയപ്പെട്ട കുട്ടികളെ, കൃഷിയെ കൂടുതൽ പ്രതീക്ഷയോടെ കാണുന്ന അല്ലേ അടുത്തറിയുന്ന മറ്റൊരധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിലെ പഠിപ്പിച്ച കാര്യങ്ങൾ, തന്ന പ്രവർത്തനങ്ങൾ എല്ലാം നന്നായിട്ട് നോക്കിയല്ലോ. വളരെ 2 ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഒന്ന് സംയോജിത കീടനിയന്ത്രണം, അതിൻ്റെ ഒരു പ്രത്യേകത, അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മേന്മകൾ നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. രണ്ടാമത് പറഞ്ഞത് സുസ്ഥിര കൃഷി എന്നൊരു നല്ല ആശയത്തിലോട്ട് നിങ്ങളെത്തി. അത് വേസ്റ്റ് മാനേജ്മെൻറ്റിന്, പ്രത്യേകിച്ച് ജൈവ മാലിന്യ സംസ്കരണത്തിന് അത് എത്രത്തോളം ഉതകുന്നു എന്നുള്ളത് സൂചകങ്ങൾ അടിസ്ഥാനമാക്കി നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവും. ആ ഒരു കണ്ടെത്തിയത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളിലോട്ട് നിങ്ങളെത്തി. അടുത്തൊരു പ്രധാനപ്പെട്ട ആശയത്തിൻ്റെ ഒരു ചെറിയൊരു ഹിൻറ്റുമായിട്ടാണ് ഞാൻ ക്ലാസ് അവസാനിപ്പിച്ചത്. എന്തായിരുന്നു അത്? നമുക്ക് വരുമാനം തരുന്ന, ഇൻകം തരുന്ന അഗ്രികൾച്ചറൽ സെക്ടറുകൾ, കാർഷിക മേഖലകളെക്കുറിച്ച് നമ്മൾ പരിചയപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പിരിഞ്ഞത് അല്ലേ. അതിലോട്ട് തന്നെ വരാം. നമുക്ക് വരുമാനം തരുന്ന കാർഷിക മേഖലകൾ, അത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. ഏതൊക്കെ കാർഷിക മേഖലകൾ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. കൃഷി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സസ്യങ്ങളുടെ മാത്രം പരിപാലനമല്ല, അതിനകത്ത് അനിമൽസ്, ജന്തുക്കളെല്ലാം വരും. അങ്ങനെയാണെങ്കിൽ നമുക്കതിനെ പലതായിട്ട് തിരിക്കണം അല്ലേ. ഒന്ന്, കന്നുകാലി പരിപാലനം തന്നെ ആവട്ടെ. പ്രധാനമായിട്ട് നമുക്ക് വരുമാനം തരുന്നൊരു മേഖല എന്ന് പറയുന്നത് കന്നുകാലികളുടെ പരിപാലനമാണ് അല്ലേ. അതിന് പറയുന്നത് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു മെയിൻ ഹെഡിങ്ങിൽ വരുമാനം തരുന്ന കാർഷിക മേഖലകൾ എന്ന ഹെഡിങ് കൊടുക്കുക. അഗ്രികൾച്ചറൽ സെക്ടർ വിച്ച് ഗീവ് ഇൻകം എന്നൊരു ഹെഡിങ് കൊടുക്കുക. അതിന് താഴെ സബ് ഹെഡിങ്സ് ആയിട്ട് ഓരോന്നായി എഴുതി പോവുക. ആദ്യത്തേത് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. എന്താണത്? കന്നുകാലി പരിപാലനം. അതിനകത്ത് പല തരത്തിൽപ്പെട്ടതുണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും കന്നുകാലികളെ നമ്മൾ ഉപയോഗിക്കുന്നത് പാലിനും അല്ലേ, പിന്നെ മാംസത്തിനും, മീറ്റിനും, പിന്നെ അഗ്രികൾച്ചറൽ പർപ്പസിനും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ കാർഷിക ആവശ്യങ്ങൾക്കും നമ്മൾ കന്നുകാലികളുടെ സേവനം ഉപയോഗപ്പെടുത്താറുണ്ട്. അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ടത് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായോ? നമ്മൾക്ക് വരുമാനമെന്ന് ഉദ്ദേശിക്കുന്നത് അത്യുൽപാദന ശേഷിയുള്ള എന്ന് പറയുമ്പോൾ കൂടുതൽ പാല് തരുന്ന അല്ലേ, അതായിരിക്കും നമ്മൾ കന്നുകാലികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് എന്താണ്? രോഗപ്രതിരോധ ശേഷിയും ഉള്ളതായിരിക്കണം അല്ലേ. ഒരു അത്യുൽപാദന ശേഷി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അതിനൊരു രോഗങ്ങളെ ചെറുക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഈ കഴിവുകൾ ഒത്തിണങ്ങിയ കന്നുകാലികളുടെ ഇനങ്ങളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പശുവിൻ്റെ, കൗവിൻ്റെ വിവിധ ഇനങ്ങളാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. ഒരുപാട് ഇനങ്ങളുണ്ട്, പാല് തരുന്ന ഒരുപാട് ഇനങ്ങളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് ജേഴ്സി, അറിയുന്നതാണ് നിങ്ങൾക്ക്, ഈ പേര് നിങ്ങൾക്ക് പരിചയമായിരിക്കും. രണ്ടാമത്തേത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. മൂന്നാമത്തേത് വെച്ചൂർ. വെച്ചൂർ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. വെച്ചൂർ പശു എന്ന് പറയുന്നത് ഒരു നാടൻ ഇനം കൂടിയാണ്, അത്യുൽപാദന ശേഷിയുള്ളതാണ്. അപ്പോൾ വെച്ചൂർ. ഈ 3 ഇനങ്ങളും ഒന്ന് പരിചയപ്പെട്ടേക്കുക. ഇതൊക്കെയാണ്. ഒന്ന് ആദ്യം പറഞ്ഞത് എന്തായിരുന്നു? ജേഴ്സി, ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ. രണ്ടാമത്തേത് അതായിരുന്നു. മൂന്നാമത്തേത് വെച്ചൂർ. അടുത്ത ബഫല്ലോ. ബഫല്ലോയ്ക്കകത്ത് എരുമ എന്ന് പറയുന്ന ഒരു വർഗത്തിനകത്ത് അത്യുൽപാദന ശേഷിയുള്ള അല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പാകത്തിനുള്ള ഇനങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന് മുറ, രണ്ടാമത്തെ ബദാവരി, മൂന്നാമത്തേത് നിലിരവി. ചിത്രങ്ങളൊന്ന് കാണാം നിങ്ങൾക്ക്. ഇനങ്ങളുടെ പേരൊന്ന് നോട്ട് ചെയ്യാം. മുറ, ബദാവരി, ദെൻ നിലിരവി എന്നൊരു ഇനങ്ങളാണ്. ഒരുപാട് ഇനങ്ങളുള്ളതിൽ നമുക്ക് തന്നിട്ടുള്ളത് മാത്രം ഒന്ന് അറിയുക, മറ്റുള്ളവയെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് ആട്. ആട് നമുക്ക് പാല് തരുന്നുണ്ട്, പിന്നെ മീറ്റ് എടുക്കുന്നുണ്ട് അല്ലേ. ആടിൻ്റെ പ്രധാനപ്പെട്ട ഇനങ്ങളായിട്ട്, സങ്കര ഇനങ്ങളായിട്ട് കൊടുത്തിരിക്കുന്നത് തലശ്ശേരി. പിന്നെ വരുന്നത് പേര് വളരെ പരിചയമാണ്, ഫിലിമൊക്കെ പുറത്തിറങ്ങിയോണ്ട് അറിയാം, ജംന പ്യാരി. അത് കണ്ടതാണ് നിങ്ങൾ, ജംന പ്യാരി. മറ്റൊരു ഇനം കൂടെ കൊടുത്തിട്ടുണ്ട്, ബോയർ. ഇപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റിൽ വീണ്ടും സബ് ടൈറ്റിൽ 3 എണ്ണത്തിൽ ചില ഇനങ്ങളാണ് നിങ്ങൾ പരിചയപ്പെട്ടത്. ഇതെല്ലാം നമുക്ക് കൂടുതൽ ഇൻകം തരുന്ന വെറൈറ്റീസ് ആയിട്ട് കണക്കാക്കുക. ഇനി വരുന്നത് പക്ഷി പരിപാലനമാണ് അല്ലേ. പൗൾട്രി എന്ന് പറയും നമ്മൾ, പക്ഷി പരിപാലനം. ഈ പക്ഷികളെന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് കോഴി വരാം അല്ലേ. അടുത്ത് വരുന്നത് എന്താണ്? താറാവ്, ഡക്ക് വെറൈറ്റീസ് വരാം. മൂന്നാമത്തേത് കാട, ക്യുല്ല എന്ന് പറയും നമ്മൾ. അപ്പോൾ 3 സബ് ഹെഡിങ് കിട്ടിക്കാണും നിങ്ങൾക്ക്. കോഴി, താറാവ്, കാട, കാടക്കോഴി എന്ന് പറയുന്ന ക്യുൽ വെറൈറ്റീസും വരാം. ഇപ്പോൾ കോഴി ഇനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുട്ട ഉൽപ്പാദനമായിരിക്കും നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത്. മുട്ടയ്ക്കും മാംസത്തിന് വേണ്ടിയിട്ടാണ്, എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ടാണ് അവയെ വളർത്തുന്നത് പ്രധാനമായിട്ട്. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഇനങ്ങളിൽ എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കൂ. പ്രധാനപ്പെട്ട കോഴിയിൽ പ്രധാനപ്പെട്ട ഇനങ്ങളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. എഴുതിയെടുക്കുന്നുണ്ടല്ലോ. അതുല്യ, ഗ്രാമലക്ഷ്മി, വൈറ്റ് ലഗോൺ. ഡക്കില്, താറാവില് മസ്കവി, ചാര, ചെമ്പല്ലി.
അടുത്ത് വരുന്നത് കാട ക്യുൽ വെറൈറ്റിക്കകത്ത് ജാപ്പനീസ് ബോബ് വൈറ്റ്. പേരൊക്കെ കുറച്ച് പ്രയാസമായിട്ട് ആദ്യം തോന്നും, പക്ഷെ നമ്മൾ ഈ വെറൈറ്റീസ് ഒക്കെ ഒന്ന് അറിഞ്ഞിരുന്നേ പറ്റത്തുള്ളൂ. ജാപ്പനീസ് ബോബ് വൈറ്റ്. അപ്പം അതോടെ നമ്മുടെ പക്ഷി പരിപാലനത്തിലെ പ്രധാനപ്പെട്ട വെറൈറ്റീസും കഴിയുകയാണ്. അപ്പോൾ ഒരു ഇൻകം തരുന്ന 2 സെക്ടർ പരിചയപ്പെട്ടു അല്ലേ. അപ്പം മെയിൻ ഹെഡിങ്ങിൽ നമ്മൾ 2 സബ് ടൈറ്റിലാണ് കൊടുത്തത്. ഒന്ന് ലൈവ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, രണ്ടാമത്തേത് പൗൾട്രി അഥവാ പക്ഷി പരിപാലനം. ഈ 2 എഴുതിയെടുത്തല്ലോ. അടുത്ത് വരുന്നത് സെറികൾച്ചർ. സെറികൾച്ചർ കേട്ടിട്ടുണ്ടോ? പട്ട് നമുക്കറിയാം അല്ലേ. പട്ടിൻ്റെ വിലയൊക്കെ നമുക്ക് നല്ലപോലെ അറിയാം. ഒറിജിനൽ ശുദ്ധമായ പട്ടിൻ്റെ വിലയൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഈ പട്ടെന്ന് പറയുന്നത് പട്ടുനൂൽ പുഴുവിൻ്റെ ലാർവൽ ഫോമിലിരിക്കുന്ന സമയത്ത് അതിന് മെറ്റമോർഫോസ് ഉണ്ട്, നിങ്ങൾക്കറിയാം, രൂപാന്തരത്വമുള്ളൊരു ജീവിയാണ്. അപ്പം ലാർവയുടെ ആ ഒരു ഘട്ടത്തിൽ അതിൻ്റെ ശരീരത്തിൽ ചില പ്രത്യേക ഗ്രന്ഥികൾ, സ്പെഷ്യൽ ഗ്ലാൻസ് എന്ന് പറയും, ഈ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് പട്ടെന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള പട്ടുനൂൽ പുഴുക്കളുണ്ട്. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സാമ്പിൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ടസർ സിൽക്ക് വേം എന്ന് പറയും, രണ്ടാമത്തേത് മൾബറി സിൽക്ക് വേം, മൂന്നാമത്തേത് മുഗ സിൽക്ക് വേം. ഇവിടെ പറഞ്ഞാൽ ടസർ പട്ടുനൂൽ പുഴു, രണ്ടാമത്തേത് മൾബറി പട്ടുനൂൽ പുഴു, മൂന്നാമത്തേത് മുഗ പട്ടുനൂൽ പുഴു. അപ്പോൾ എന്ത് പ്രത്യേകത? വെറൈറ്റീസ് ആണ്. അവ ഉൽപ്പാദിപ്പിക്കുന്ന പട്ടിനും എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാകും. ഇതിൽ മുഗ എന്ന് പറയുന്നത് ആസാമിൻ്റെ തദ്ദേശീയമായ ഒരു സ്പീഷീസ്, ഒരു പട്ടുനൂൽ പുഴു ഉണ്ടാക്കുന്ന ഒരു സിൽക്കാണ് മുഗ എന്ന് പറയുന്നത്. മുഗാപ്പട്ട് അതിൻ്റെ ആസാമിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാമോ എന്തുകൊണ്ടെന്നാൽ കഴുകുന്തോറും അതിന് തിളക്കം കൂടുമെന്നാണ് പറയുന്നത് മുഗാ സിൽക്കിന്. അപ്പം അതുപോലെ ടസർ സിൽക്ക് നിങ്ങൾ പരസ്യത്തിലെങ്കിലും കേൾക്കുന്നുണ്ടാവും. ടസർ സിൽക്ക്, ടസർ പട്ടെന്ന് പറയുന്നത് അല്ലേ, നിങ്ങൾ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ ഇത് സെറികൾച്ചർ ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ട് പട്ടുനൂൽ പുഴുക്കളിൽ നിന്ന് പട്ടുണ്ടാക്കിയെടുക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് എന്ത് പറയുക? സെറികൾച്ചർ എന്ന് പറയുക. സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് സിൽക്ക് ഫ്രം സിൽക്ക് വേം. പട്ടുനൂൽ പുഴുവിൽ നിന്ന് ശാസ്ത്രീയമായിട്ട് പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് സെറികൾച്ചർ. നോട്ട് ചെയ്തല്ലോ. സെറികൾച്ചർ വളരെ പുതിയൊരു ടേം ആയിരിക്കും നിങ്ങൾക്ക്. സെറികൾച്ചറിനെ കുറിച്ച് കൂടുതൽ കളക്ട് ചെയ്യാൻ നമുക്ക് പിന്നീട് ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്യണം. അതിനുശേഷം വരുന്നത് പിസികൾച്ചർ. പിസികൾച്ചർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു തന്നാൽ മത്സ്യം വളർത്തലാണ്. ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് ഫിഷ് എന്ന് നമ്മൾ പറയും. ശാസ്ത്രീയമായ രീതിയിൽ ഉള്ള മത്സ്യം വളർത്തലിന് പറയുന്ന പേരാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ മത്സ്യം വളർത്തൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായ ജലാശയങ്ങളിൽ വളർത്താം അല്ലേ, ആർട്ടിഫിഷ്യലായിട്ടുള്ള കൃത്രിമമായ ടാങ്കുകൾ വളർത്താം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലാണ് നമുക്ക് മത്സ്യം വളർത്തൽ വരുന്നത് അല്ലേ. പിസികൾച്ചറിൻ്റെ മേഖല ഡിഫറെൻ്റ് ആയിരിക്കുന്നു. ഏതൊക്കെയാണ്? ചിലത് നമുക്ക് ഓർണമെൻ്റലായിട്ട് അല്ലേ, അലങ്കാരത്തിന് വളർത്തുന്ന മത്സ്യങ്ങളുണ്ടാവാം നിങ്ങൾ അല്ലേ. രണ്ടാമത് വരുന്നത് ഭക്ഷ്യയോഗ്യമായ മത്സ്യങ്ങൾ വളർത്താം നമുക്ക് അല്ലേ. അപ്പോൾ അലങ്കാര മത്സ്യങ്ങൾ നിങ്ങൾക്കറിയുന്നത് ഗോൾഡ് ഫിഷൊക്കെ, നിങ്ങൾക്ക് ഇഷ്ടംപോലെ വെറൈറ്റീസ് അതിനകത്ത് അറിയായിരിക്കും. ഗോൾഡ് ഫിഷ് ഉണ്ട്. പിന്നെ ഗപ്പിയുടെ പ്രത്യേകത എന്താണ്? സാധാരണ കൊതുക് കൂടുതലുള്ള പ്രദേശത്തൊക്കെ അല്ലെങ്കിൽ ജലാശയങ്ങളിലൊക്കെ ഗപ്പി മത്സ്യം വളർത്തുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ കൊതുകിൻ്റെ ലാർവയൊക്കെ അത് പിടിച്ചു തിന്നും. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു സേവനം കൂടെ ആ മത്സ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അലങ്കാര മത്സ്യങ്ങളുടെ ഓർണമെൻ്റൽ ഫിഷസിൽ നിങ്ങൾ ഹെഡിങ് കൊടുക്കേണ്ടത് ഏതൊക്കെയാണ്? ഗോൾഡ് ഫിഷും ഗപ്പിയും. ഇത് കഴിഞ്ഞല്ലോ. പിന്നെ വരുന്ന എഡിബിൾ ആയിട്ടുള്ള നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഫ്രഷ് വാട്ടറിൽ വളരുന്ന ചില ഫിഷസും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. കട്ല എന്ന് എഴുതാം നമുക്ക്. കട്ല, രോഹു എന്നൊരു ഫിഷ് ഉണ്ട്. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കരിമീൻ. ഇത്ര മാത്രമല്ല, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എങ്കിലും നമ്മളിപ്പോൾ തൽക്കാലം പുസ്തകത്തെ ബേസ് ചെയ്ത് അറിയുന്നത് അത് മാത്രമേ ഉള്ളൂ. കരിമീനുണ്ട്, കട്ലയുണ്ട്, രോഹു ഉണ്ട്. അത് ഫ്രഷ് വാട്ടറിൽ വളരുന്ന എഡിബിൾ ആയിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഫിഷിൻ്റെ എക്സാമ്പിളാണ്. ഇപ്പോൾ സയൻറ്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ട് മത്സ്യം വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് പിസികൾച്ചർ. 4ാമത്തെ ഹെഡിങ് ആയിട്ട് ഇത് കാണും നിങ്ങൾ. സെറികൾച്ചർ കഴിഞ്ഞിട്ട് പിസികൾച്ചർ. ഇപ്പോൾ ഇനി നമ്മൾ ഒരെണ്ണം കൂടെ അതിൻ്റെ ഒരു സബ് ടൈറ്റിൽ അറിയേണ്ടത് ചെമ്മീൻ. നിങ്ങൾക്കറിയാം അല്ലേ. ഇപ്പോൾ ചെമ്മീൻ പ്രോൺ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ മത്സ്യ വിഭാഗത്തിൽപ്പെട്ടതല്ല ചെമ്മീൻ, എങ്കിലും നമ്മളത് മത്സ്യമായിട്ടാണ് കണക്കാക്കുന്നത് കൊണ്ടെന്ന് പറഞ്ഞു തരികയാണ്. നാരൻ എന്നൊരു ചെമ്മീൻ ഇനമുണ്ട്. പിന്നെ കാര, അങ്ങനെ ഒരു ചെമ്മീൻ ഇനമുണ്ട്. ഇതെല്ലാം ചെമ്മീനിൻ്റെ വിവിധ തരത്തിലുള്ള വെറൈറ്റീസ് ആണ്. അതും കൂടെ പിസികൾച്ചർ എഴുതുന്നതിൻ്റെ അനുബന്ധമായിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ പിസികൾച്ചർ ഇസ് എ സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് ഫിഷസ് അല്ലേ.
സെറികൾച്ചർ, സയന്റിഫിക് റിയറിംഗ് ഓഫ് സിൽക്ക് വേം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് സിൽക്ക്. അപ്പം 4 കാര്യങ്ങൾ വരുമാനം തരുന്ന മേഖലകൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി വരുന്നത് ഫ്ലോറികൾച്ചറാണ്, 5ാമത്. വ്യാവസായിക അടിസ്ഥാനത്തിൽ നമുക്കൊരു വരുമാനം തരുന്ന വിധത്തിലുള്ള പൂക്കൃഷിക്ക് പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ. ഏറ്റവും കൂടുതൽ വരുമാനം തരുന്ന ഒരു കൃഷിയാണ് നമുക്കറിയാം പൂക്കൃഷി എന്ന് പറയുന്നത്, അല്ലേ? പൂവിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഒരുപാട് അയൽ സംസ്ഥാനത്തേക്ക് ആശ്രയിക്കുന്നത്, ശരിയല്ലേ? ഏതൊക്കെ പൂക്കൾ നമുക്ക് വാണിജ്യ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇൻകം തരുന്ന രീതിയിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾ അറിയാമായിരിക്കും. മുല്ല അറിയാം, അല്ലേ? ജാസ്മിൻ ഉണ്ട്, ക്രൈസാന്തിമം, ജമന്തി ഉണ്ട്, മാരിഗോൾഡ് ഉണ്ട്, പിന്നെ എന്താണ്, ഓർക്കിഡ്, ആന്തൂറിയം. ഇതൊക്കെ നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. അപ്പോൾ പൂക്കളെ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്തെടുത്ത് സയൻറ്റിഫിക്കായിട്ട് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യിപ്പിച്ച് ഇൻകം ഉണ്ടാക്കുകയാണെങ്കിൽ ദാറ്റ് ബ്രാഞ്ച്, അതിന് പറയുന്ന പേര്, ഒരു ശാഖയ്ക്ക് പറയുന്ന പേരാണ് ഫ്ലോറികൾച്ചർ. അതും നോട്ട് ചെയ്തു, ഫ്ലോറികൾച്ചർ. അപ്പോൾ 3 കൾച്ചർ ഇപ്പോൾ തന്നെ കിട്ടി, സെറികൾച്ചർ, പിസികൾച്ചർ, ഫ്ലോറികൾച്ചർ. അത് നോട്ട് ചെയ്തല്ലോ. അങ്ങനെ വരുമാനം തരുന്ന ചില പൂക്കളെയും നമ്മൾ പരിചയപ്പെട്ടു, ശരിയല്ലേ? അടുത്തു പോകുന്നത് എപ്പികൾച്ചറിലോട്ടാണ്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞാൽ സയൻറ്റിഫിക് റിയറിംഗ് ഓഫ് ഹണി ബീസ് ആണ്. ശാസ്ത്രീയമായ രീതിയിലുള്ള തേനീച്ച വളർത്തലിന് പറയുന്ന പേരാണ് എന്ത് പറയുക, എപ്പികൾച്ചർ എന്ന് പറയാം. എന്താണ് ശാസ്ത്രീയമായ രീതിയിൽ എന്ന് പറഞ്ഞാൽ തേനീച്ചയെ തരുന്നത് നമുക്ക് തേനാണല്ലേ. തേനിന് പ്രധാനമായിട്ട് 2 ഗുണങ്ങളാണ്. ഒന്ന് ന്യൂട്രീഷണൽ വാല്യൂ ഉണ്ട്, പോഷക ഗുണവും ഉണ്ട്. രണ്ടാമത്തെ മെഡിസിനൽ വാല്യൂ ഉണ്ട്, അല്ലേ? ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് തേൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന വെറൈറ്റീസ്, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമുക്ക് ആ വെറൈറ്റീസ് ഒന്ന് പരിചയപ്പെടൂ. കോലൻ, ഞൊടിയൻ, മെലിഫറ എഴുതിയെടുക്കുന്നുണ്ടല്ലോ. പ്രധാനപ്പെട്ട വെറൈറ്റീസ് ഓഫ് ഹണി ബീസ് എഴുതുക. കോലൻ, ഞൊടിയൻ, മെലിഫറ. അപ്പം അതും എഴുതി കഴിഞ്ഞു. അപ്പോൾ വരുമാനം തരുന്ന എത്ര മേഖലകൾ, അല്ലേ? നമ്മൾക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അറിയാമായിരുന്നുള്ളൂ. അപ്പം നമ്മുടെ ഐഡിയ കൂടുതൽ വിപുലപ്പെടുത്തി തരികയാണ്. നമ്മൾക്ക് കൃഷി ചെയ്യാൻ പാകത്തിന് നമ്മളെ ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. അപ്പോൾ അതും പരിചയപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ മുയൽ വളർത്തുന്ന ഒരു രീതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അങ്ങനെയൊന്നുണ്ട്. സയൻറ്റിഫിക് റിയറിംഗ് എന്ന് പറയുന്ന ആ ഒരു മുയലിൻ്റെ, റാബിറ്റിൻ്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു രീതിക്ക് പറയുന്ന പേര്, ശാസ്ത്രീയ അടിസ്ഥാനത്തിൽ വളർത്തുന്ന ആ രീതിക്ക് പറയുന്ന പേരാണ് ക്യൂണികൾച്ചർ എന്ന് പറയും. ക്യൂണികൾച്ചറിൽ പ്രധാനമായിട്ടും നമ്മൾ മുയൽ മാംസത്തിന് വേണ്ടി ഉപയോഗിക്കും, പിന്നെ രോമത്തിന് വേണ്ടിയിട്ടാണ്, ഫർ എന്ന് പറയും നമ്മൾ. അപ്പം അതുകൊണ്ട് തന്നെ വെറൈറ്റീസ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. ഗ്രേ ജൈൻറ്റ്, വൈറ്റ് ജൈൻറ്റ്. ഈ ഗ്രേ ജൈൻറ്റും വൈറ്റ് ജൈൻറ്റും മീറ്റിന് വേണ്ടിയിട്ട്, മാംസത്തിന് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത് വരുന്ന അങ്കോറ, കണ്ടോ നിങ്ങൾ? അങ്കോറ നമ്മൾ ഫർ, അതിൽ നിന്ന് രോമമാണ് നമ്മൾ അതിന് വേണ്ടി. ഇത് ശരിക്കും രോമം, ഒരുപാട് രോമാവൃതമായ ശരീരമാണ് അതിൻ്റെ. ആ രോമമാണ് നമുക്ക് ഇൻകം തരുന്നത് അങ്കോറയുടെ. ഇപ്പോൾ ശാസ്ത്രീയമായ രീതിയിലുള്ള മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് ക്യൂണികൾച്ചർ. പലതരം കൾച്ചറല്ലേ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോരുത്. ഇപ്പോൾ പട്ടുനൂൽ പുഴുവെന്ന് ഓർക്കുമ്പോൾ സെറികൾച്ചർ ഓർക്കുക. മത്സ്യകൃഷി പിസികൾച്ചർ. പൂക്കൃഷിക്ക് പറയുന്ന പേര് ഫ്ലോറികൾച്ചർ എന്ന് പറയും. അടുത്തത് തേനീച്ച വളർത്തൽ. ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക്കായിട്ട് തേനീച്ച വളർത്തുമ്പോൾ നമ്മളതിന് പറയുന്ന പേരെന്താണ്? എപ്പികൾച്ചർ എന്നാണ്. അതെ. പിന്നെന്തുണ്ട്? ക്യൂണികൾച്ചർ. ശാസ്ത്രീയമായിട്ടുള്ള മുയൽ വളർത്തലിന് പറയുന്ന പേരാണ് ക്യൂണികൾച്ചർ. അതിൻ്റെ വെറൈറ്റീസ് പരിചയപ്പെടുക. അതിൽ തന്നെ 2ആയിട്ട് പഠിക്കുക. മീറ്റിന് ഉപയോഗിക്കുന്ന വെറൈറ്റീസ് ഗ്രേ വൈൻഡും ജൈറ്റ് വൈൻഡും. പിന്നെ വരുന്ന അങ്കോറ ഈസ് യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഫർ, രോമം എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കും. പിന്നെ വരുന്നത് മഷ്റൂം, അല്ലേ? കുമിൾ കഴിക്കുന്നതാണ്. കുമിളിന് ഭയങ്കരമായിട്ട് പോഷക വാല്യൂ ഉള്ളതാണ് കുമിൾ. കുമിളിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, കുമിൾ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുമിളിന് ഭംഗി കൂടുന്തോറും വിഷാംശമുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് തരത്തിൽപ്പെട്ട കുമിളുകളുണ്ട്, പക്ഷേ ഏറ്റവും ഭംഗിയുള്ള കുമിളുകൾക്കൊക്കെ വിഷം കൂടുതലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ തന്നെ ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കുമിളുകൾ ധാരാളമുണ്ട്. അങ്ങനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കൂൺ കൃഷിക്ക് എന്നാണ് നമ്മൾ പറയല്ലേ, കുമിളെന്നല്ല അവർ സാധാരണ പറയുക, കൂൺ കൃഷി എന്നാണ് പറയുക. കൂൺ കൃഷിക്ക് പറയും, അതിന് പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ. എഴുതിയെടുക്കുന്നു. കൂൺ കൃഷിക്ക് പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ. ഇപ്പോൾ ഉള്ള ചില
വെറൈറ്റീസ് നോക്കാം. കൂണിൻ്റെ വെറൈറ്റി എന്ന് പറയുന്നത് ചിപ്പിക്കൂൺ എന്ന് കേട്ടിട്ടുണ്ട്. ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയും, ചിപ്പിക്കൂൺ. പിന്നെ വരുന്നത് പാൽക്കൂൺ, ബട്ടൺ മഷ്റൂം എന്ന് പറയും. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന, വളർത്തിയെടുക്കാൻ പറ്റുന്ന കൂണിൻ്റെ വെറൈറ്റീസാണ്. മഷ്റൂം കൾച്ചർ എന്നാണ് അതിന് പറയുക. ഇപ്പോൾ നമ്മൾക്ക് കൂണെന്ന് പറയുന്ന ഫംഗസ് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ ഫംഗസ് വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് മഷ്റൂം എന്ന് പറയുന്നത്. ശരിയല്ല, മഷ്റൂം കാണുന്ന ഒരു സ്ഥലമൊക്കെ നമ്മൾക്കറിയാം. ഡെഡ് ആൻഡ് ഡീക്കേൻ മെറ്റീരിയൽസ് കാണപ്പെടുന്ന അഴുകിയ തടിയുടെ പുറത്തും അല്ലേ, അതിൻ്റെ പുറത്തൊക്കെയാണ് കുമിളുകൾ സാധാരണ കാണപ്പെടുന്നത്. പക്ഷെ നമുക്ക് ശാസ്ത്രീയമായിട്ട് വളർത്തിയെടുക്കാം. അങ്ങനെ വളർത്തിയെടുക്കുന്ന ആ ഒരു ഏരിയയ്ക്ക് പറയുന്ന പേരാണ് മഷ്റൂം കൾച്ചർ. അതിൽ വരുന്ന ഇനങ്ങളും ഒന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു വച്ചേക്കുക. പിന്നെ വരുന്നത് ഹോർട്ടിക്കൾച്ചർ. നമ്മൾ ഹോർട്ടികോർപ്പ് എന്നൊക്കെ കണ്ടിട്ടുണ്ടല്ലേ. ഹോർട്ടികോർപ്പ് എന്ന് പറയുന്ന ഒരു വണ്ടിയൊക്കെ നമ്മൾ വാഹനമൊക്കെ കാണും. അപ്പോൾ അതിനകത്ത് നമ്മൾ പച്ചക്കറികളും പഴങ്ങളാണ് അധികം കാണുന്നത്. ഇപ്പം ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് വരുമാനം തരുന്ന രീതിയിൽ പഴങ്ങളുടെയും ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും കൾട്ടിവേഷന് പറയുന്ന പേരാണ് ഹോർട്ടിക്കൾച്ചർ. അപ്പോൾ ഹോർട്ടിക്കൾച്ചർ ഫോക്കസ് ചെയ്യുന്നത് 2 കാര്യങ്ങളാണ്: ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, പഴങ്ങളും പച്ചക്കറികളും. ഈ പഴങ്ങളിൽ തന്നെ 2 തരമാണല്ലേ. 2 തരം എന്ന് പറയുമ്പോൾ നമ്മുടെ തദ്ദേശീയമായ നാടൻ പഴങ്ങളുണ്ട്. രണ്ടാമത് വരുന്നത് വിദേശം എന്ന് പറയും, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പഴങ്ങളുണ്ട്. അപ്പോൾ ആ നാടൻ ഇനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെ നമ്മൾ ഇൻഡിജീനസ് വെറൈറ്റീസ് എന്നാണ് പറയുക. തദ്ദേശീയമായി കാണപ്പെടുന്ന പഴങ്ങൾക്ക് ഇൻഡിജീനസ് വെറൈറ്റീസ് എന്നാണ് പറയുക, നാടൻ പഴങ്ങൾ. പക്ഷേ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പഴങ്ങളുണ്ട്. അതിന് പറയുന്നത് എക്സോട്ടിക് വെറൈറ്റീസ് എന്നാണ് പറയുക. ഈ എക്സോട്ടിക്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ട ചില പേരുകളുണ്ട്. നമുക്കറിയും, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, ചില ജില്ലകളിൽ ഒരുപാട് വളരുന്നുണ്ട്. റംബുട്ടാൻ നിങ്ങൾക്കറിയാം അല്ലേ. അതൊരു എക്സോട്ടിക് വെറൈറ്റി ആണെന്ന് അറിയാമായിരുന്നു. നമ്മൾ വിചാരിച്ച നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഒരു ഫ്രൂട്ട് എന്നാണ് വിചാരിച്ചത്. ഇത്രയും നാൾ റംബുട്ടാനുണ്ട്, പിന്നെ ലിച്ചി എന്ന് ഒരെണ്ണമുണ്ട്, പിന്നെ ഡ്യൂറിയൻ പഴങ്ങളുണ്ട്, കിവി അറിയാലോ നിങ്ങൾക്ക്, കിവിയുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം എക്സോട്ടിക് സ്പീഷീസ് എന്നാണ് പറയുക. നമ്മുടെ നാട്ടിലില്ലാത്ത, എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കൊണ്ടുവരുന്നതോ ഇവിടെ തന്നെ കൃഷി ചെയ്ത് പരിപാലിച്ചെടുക്കുന്നതോ ആയിട്ടുള്ള പഴങ്ങൾ. അപ്പോൾ അത് രണ്ടും ചേർത്ത് പറയുന്ന പേരാണ്. രണ്ടുമെന്ന് പറയുമ്പോൾ ഈ 2 തരത്തിൽപ്പെട്ട പഴങ്ങളും അതോടൊപ്പം വെജിറ്റബിൾസും ചേർന്ന് വരുന്ന ഒരു സെക്ടറിന് പറയുന്ന പേരാണ് എന്താ പറഞ്ഞത്? ഹോർട്ടിക്കൾച്ചർ. എത്ര എണ്ണം പഠിച്ചിരിക്കുന്നു നമ്മൾ? കന്നുകാലി പരിപാലനത്തിൽ തുടങ്ങി ഇപ്പം എത്തി നിൽക്കുന്നത് ഹോർട്ടിക്കൾച്ചറിലാണ്. അപ്പോൾ ഇത്രയും വാസ്റ്റായിട്ടുള്ള ഏരിയ നമുക്ക് വരുമാനം തരുമെങ്കിൽ ഇതിൽ ചിലതെങ്കിലും നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ശരിയല്ലേ? ഇവിടെ തീരുന്നില്ല, ഒരെണ്ണം കൂടെ നമുക്ക് ആഡ് ചെയ്യാം. മെഡിസിനൽ പ്ലാന്റ്സ്. എന്താണ് മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ തന്നെ ഒരുപാട് ചികിത്സാ രീതികൾ നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ടെങ്കിലും ആദിമകാലം മുതലേ നമ്മൾ കേട്ടറിഞ്ഞ ഒന്നാണ് ആയുർവേദം അല്ലേ. ആയുർവേദം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ, മരുന്ന് തരുന്ന ചെടികളെന്നാണ് പറയുന്നത് അല്ലേ. നമ്മൾ ആ ചെടികളുടെ ഒരു ഉപയോഗമാണ് അത് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ചെടികൾ മെഡിസിനൽ വാല്യൂ ഉള്ളതാണല്ലേ. നമുക്ക് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ചില ഇൻസെക്റ്റോ എന്തെങ്കിലുമൊക്കെ കടിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വേറൊരു സ്ഥലത്ത് പോയി മരുന്ന് വാങ്ങാറില്ല. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഒരു ചെടിയും എടുക്കുക. ഏതെങ്കിലും ചെടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുകാർക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഏത് ചെടിയെ പെട്ടെന്ന് പറയാൻ പറ്റുമ്പോൾ നമുക്ക് തുളസി എടുക്കാം അല്ലേ, ബേസിൽ എന്ന് പറയും നമ്മൾ. പിന്നെ എന്താ വരുന്നത്? ആടലോടകമുണ്ട്, ഈഗിൾ മാർമിലോസ് എന്നറിയപ്പെടുന്ന കൂവളമുണ്ട്. അതിൽ മാത്രമല്ല ഒരുപാട് തരത്തിൽപ്പെട്ട മെഡിസിനൽ പ്ലാന്റ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. വേപ്പുണ്ട്, നീം എന്ന് പറയുന്ന സഡിറാക്ട എന്നൊക്കെ പറയും, നീമുണ്ട്. ഒരുപാട് തരത്തിലുള്ള, അതുപോലെ തന്നെ കുറുന്തോട്ടി, സിഡ എന്ന് പറയുന്ന കുറുന്തോട്ടി. ഇങ്ങനെ ധാരാളം മെഡിസിനൽ പ്ലാന്റ്സിനെ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ രാജ്യം, പ്രത്യേകിച്ച് നമ്മുടെ കേരളം. അപ്പം അവയുടെ കൾട്ടിവേഷനും പ്രാധാന്യമില്ല. നമ്മുടെ സ്കൂളുകളിൽ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും അല്ലെ, മെഡിസിനൽ ഗാർഡൻ. അവിടെ കുറച്ചെങ്കിലും മെഡിസിനൽ പ്ലാന്റ്സിനെ നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടാവും, ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് തനതായിട്ടുള്ള ചില ചികിത്സാ രീതികളും തരുന്ന ഒരു ബ്രാഞ്ചിൽ പെട്ടതാണ്. ആയുർവേദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഫോക്കസ് ചെയ്യുന്നത് മെഡിസിനൽ പ്ലാന്റ്സിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കൾട്ടിവേഷൻ നമുക്ക് ചെയ്യാം. അതൊക്കെയാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ പ്രകൃതി സൗഹാർദ്ദപരമായ മാർഗ്ഗങ്ങൾ ഏത് രീതിയിൽ കൂടെ നമുക്ക് ഇൻകം തരുമോ, വരുമാനം തരുമോ, ഇതെല്ലാം നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇതുവരെ നമ്മൾ പരിചയപ്പെട്ടത് എന്താണ്? നമുക്ക് ഇൻകം തരുന്ന വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടറിനെ കുറിച്ചാണ് അല്ലെ. ഇതിലേതെങ്കിലുമൊക്കെ നമുക്ക് പരീക്ഷിക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ ചെറിയ രീതിയിലെങ്കിലും ചെറിയ ചെറിയ വരുമാനങ്ങൾ നമ്മൾ നേടിയെടുക്കുമ്പോൾ ഒരു സ്വയം പര്യാപ്തത നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ. അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന, ആശ്രയിക്കുന്ന ഒരു രീതിയിൽ നിന്ന് നമുക്ക് കുറച്ച് മാറാൻ പറ്റും. ആ ഒരു ശീലം
വിദ്യാർത്ഥികളായ നിങ്ങൾക്കും ഉണ്ടാവണം. ആശ്രയത്വത്തിന് നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന കാര്യങ്ങൾക്കായി മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് ഒന്നൊഴിഞ്ഞു നിൽക്കാൻ നമ്മൾക്ക് ഈ ഒരു സെക്ടറിനെ കുറിച്ച് പരിചയപ്പെടുന്നത് വളരെയേറെ ഗുണം ചെയ്യും. അപ്പം നമ്മൾ പഠിച്ച വിവിധ അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് ഒരുപാട് പഠിച്ചു. അതിൽ തന്നെ സെറികൾച്ചർ, എപ്പികൾച്ചർ അല്ലേ, അങ്ങനെയുള്ള പിസികൾച്ചർ, അങ്ങനെയുള്ള ക്യൂണികൾച്ചർ, മഷ്റൂം കൾച്ചർ, ഹോർട്ടികൾച്ചർ, ഫ്ലോറികൾച്ചർ, പിന്നെ മെഡിസിനൽ പ്ലാന്റിൻ്റെ കൾട്ടിവേഷൻ, ഇതൊക്കെ ഒന്ന് പഠിക്കുക. പഠിക്കുന്നത് മാത്രമല്ല അതിനകത്ത് വരുന്ന വെറൈറ്റീസ് വളരെ നന്നായിട്ടൊന്ന് നോക്കി വെക്കണം. ഒരുപാടെണ്ണം വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടെ ഒന്ന് നോക്കി വയ്ക്കുക. ഇപ്പോൾ അഗ്രികൾച്ചറിലെ വിവിധ മേഖലകൾ, വരുമാനം തരുന്ന വിവിധ ഇനങ്ങൾ, അതൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചില വെറൈറ്റീസിനെയൊക്കെ കണ്ടു നമ്മളല്ലേ പരിചയപ്പെട്ടപ്പോൾ നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ ഒരു പ്രാധാന്യമൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലായെങ്കിൽ നമുക്കൊരു ചെറിയ പ്രവർത്തനത്തിലോട്ട് പോവാം. നിങ്ങൾക്ക് ഒരു ടേബിളാണ് ഈ വരുന്നത്. ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ഈ അഗ്രികൾച്ചറൽ സെക്ടറിലെ വിവിധ ഐഡിയാസ് ഉൾപ്പെടുത്തി ഈ ടേബിൾ ഒന്ന് പൂർത്തിയാക്കുക. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടർ. കാർഷിക മേഖലയിലെ വിവിധ ഏരിയകൾ പ്രതിപാദിക്കുന്ന ഈ ഒരു പട്ടിക ഒന്ന് പൂർത്തിയാക്കുക. ഈ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നൽകുന്നത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സിൽ കൃഷിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടുണ്ടാകും. വിവിധ കൃഷി രീതികൾ പഠിച്ചിട്ടുണ്ടാകും. കീടനിയന്ത്രണത്തിൻ്റെ പ്രസക്തിയും സുസ്ഥിര കൃഷിയുടെ പ്രസക്തി, അതുപോലെ തന്നെ വരുമാനം തരുന്ന വിവിധ തരം മേഖലകളൊക്കെ പഠിച്ച് കൃഷിയോടുള്ളൊരു താല്പര്യം നിങ്ങൾക്ക് ഗണ്യമായിട്ട് വർദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ ടീച്ചർ വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ലോകം തന്നെ അല്ലേ, നമ്മുടെ പഠനം തന്നെ ഹൈടെക്കായി മാറിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിവിധ തരത്തിലുള്ള ഹൈടെക് കൃഷി രീതിയിലോട്ട് കടന്നു ചെല്ലാം. അതുവരെ ഈ പഠിപ്പിച്ച ഏരിയാസൊക്കെ ഒന്ന് ഭംഗിയായിട്ട് പഠിക്കുക. പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. ചെയ്ത പ്രവർത്തനങ്ങൾ അധ്യാപകർക്ക് വിലയിരുത്തലിനായി നൽകുക. മറ്റൊരു ക്ലാസ്സിൽ ഹൈടെക് കൃഷി രീതികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.